നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രി കണ്ഠരർ രാജീവർ അറസ്റ്റിലായതോടെ അന്വേഷണം കൂടുതൽ ശക്തമാവുകയാണ്. ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രിയെ പ്രതിയാക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ചൊവ്വാഴ്ച കോടതിയിൽ ഇതു സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തന്ത്രിക്ക് ദേവസ്വം മാനുവൽ ലംഘനങ്ങളിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണം ചെമ്പാക്കിയ മഹസറിൽ ഒപ്പിട്ടതിലും UB ഗ്രൂപ്പ് സ്വർണം പൂശിയതിലും തന്ത്രിക്കും പങ്കുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ചുമതലകളും അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മേൽനോട്ടം വഹിക്കുവാനുള്ള ഉത്തരവാദിത്തങ്ങളും വ്യക്തമാണെന്നും SIT പറയുന്നു. ഈ മാസം 23 വരെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത തന്ത്രിയെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലാണ് പാർപ്പിച്ചത്. ഇതിനിടെ BJP നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലെത്തിയിരുന്നു. സൗഹൃദ സന്ദർശനമാണെന്ന് BJP നേതാവ് സന്ദീപ് വാചസ്പതി അറിയിച്ചു. എന്തുകൊണ്ടാണ് തിടുക്കപ്പെട്ട് തന്ത്രി അറസ്റ്റ് ചെയ്തെന്ന ചോദ്യം ഉയർന്നുണ്ടെന്നും സന്ദീപ് വാചസ്പതി പറഞ്ഞു. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തത്? മന്ത്രിയെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത്? എല്ലാ കുറ്റങ്ങളും തന്ത്രിയിൽ ചുമത്തി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ പ്രബലമായ കുടുംബത്തിലെ അംഗത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഇവിടെ എത്തിയത്. കുടുംബത്തിന് പിന്തുണ അറിയിക്കേണ്ടത് ഞാനല്ല, സംസ്ഥാന നേതൃത്വമാണ്. രാജീവർ തെറ്റുകാരനാണോ ഇല്ലയോ എന്നതെല്ലാം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. എന്നാൽ ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? K. രാധാകൃഷ്ണനും വാസവനും കടകംപള്ളി സുരേന്ദ്രനും ഇല്ലാത്ത എന്ത് ബാധ്യതയാണ് തന്ത്രിക്കുള്ളത്? തന്ത്രിയെ ചാരി മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമാണിതെന്ന് സംശയിക്കുന്നതായി സന്ദീപ് വാചസ്പതി പ്രതികരിച്ചു. ചെങ്ങന്നൂരിലെ താഴമൺ എന്ന തന്ത്രി കുടുംബമാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അന്തിമ തീരുമാനം താഴമൺ കുടുംബത്തിന്റേതാണ്. സർക്കാരിനും ദേവസ്വം ബോർഡിനും മുകളിലാണ് ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ അവകാശമെന്ന് പരസ്യമായി പറയാനും ഇവർ മടിച്ചിരുന്നില്ല. ചെങ്ങന്നൂരിൽ പമ്പ നദിയുടെ തീരത്താണ് താഴമൺ കുടുംബം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യ പ്രകാരം കേരളം മഴുവറിഞ്ഞ് സൃഷ്ടിച്ച പരശുരാമനിൽ നിന്നാണ് തങ്ങൾക്ക് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ താന്ത്രിക അവകാശം ലഭിച്ചതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. താഴമൺ തന്ത്രിമാർക്ക് നിയന്ത്രണമുള്ള ക്ഷേത്രങ്ങളിൽ ധ്വജസ്തംഭനത്തിന്റെ തണ്ട് വടക്കു ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതും ഈ പാരമ്പര്യത്തിന്റെ പ്രത്യേകതയായി കണക്കാക്കപ്പെടുകയാണ്. താഴമൺ കുടുംബത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. 1400 വർഷം മുൻപാണത്രേ താഴമൺ കുടുംബത്തിന്റെ ആവിർഭാവം. പരശുരാമൻ നാടിന്റെ സംരക്ഷണത്തിനായി മലയോരങ്ങളിൽ ശാസ്താപ്രതിഷ്ഠകളും ഇടനാടുകളിൽ ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകൾ നടത്തി. ഈ ക്ഷേത്രങ്ങളിലെ കർമ്മങ്ങൾക്കും മറ്റുമായി പരശുരാമൻ ആന്ധ്രയിലെ കൃഷ്ണ നദീതീരത്തു നിന്നും 2 ബ്രാഹ്മണ സഹോദരന്മാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് തിരിച്ച സഹോദരന്മാരുടെ കഴിവ് പരീക്ഷിക്കുവാൻ പരശുരാമൻ തീരുമാനിച്ചു. കൃഷ്ണ നദി അക്കരെ താണ്ടുവാൻ സാധിക്കാത്ത തരത്തിലായി ഇരുവരും പതറിയില്ല. ഒരാൾ തന്റെ സിദ്ധി ഉപയോഗിച്ച ജലത്തിന് മുകളിലൂടെ കൃഷ്ണ നദി തരണം ചെയ്ത് കേരളത്തിലേക്ക് വന്നു. മറ്റേയാൾ 2 കൈകളും കൊണ്ട് വെള്ളത്തെ വകഞ്ഞു മാറ്റി നദിയുടെ താഴെത്തട്ടിലൂടെ നടന്ന് അക്കരെ കടന്നു. താന്ത്രിക ശക്തിയാൽ താഴെ കൂടി നടന്നു വന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പരമ്പരയാണ് പിന്നീട് താഴമൺ തന്ത്രിമാർ എന്ന പേരിൽ പ്രസിദ്ധമായത്. ജലത്തിന് മുകളിലൂടെ നടന്ന് നദി തരണം ചെയ്തവരുടെ വംശക്കാർ തരണനല്ലൂർ തന്ത്രിമാർ എന്നും അറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ പൂജാതി ചടങ്ങുകളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പരമാധികാരവും അവസാന വാക്കും തന്ത്രിയുടേതാണെന്നാണ് ആചാര പരമ്പര. അർച്ചകസ്യ പ്രഭാവേന ശിലാഭഗവതി ശങ്കരഃ എന്ന ശ്ലോകം ഈ തത്വത്തെ വ്യക്തമാക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പൂജിക്കുന്നവന്റെ പ്രഭാവം കൊണ്ടാണ് ശില ശങ്കരനായി തീർന്നത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ചരിത്രപരമായി 1075 ശബരിമല ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചതിനു ശേഷം അയ്യപ്പ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചത് കണ്ഠരർ പ്രഭാകരരായിരുന്നു. പിന്നീട് 1952 അഗ്നിബാധയിൽ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠരർ ശങ്കരരാണ് ഇന്നുള്ള പുതിയ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. താഴമൺ കുടുംബത്തിലെ വലിയ തന്ത്രി കണ്ഠരർ മഹേശ്വരർ അന്തരിച്ചതിനെ തുടർന്നാണ് മഹേശ്വരരുടെ സഹോദരനായ കണ്ഠരർ കൃഷ്ണരുടെ മകൻ കണ്ഠരർ രാജീവരർ തന്ത്രിയായി എത്തുന്നത്. കണ്ഠരർ മോഹനരും തന്ത്രിയുടെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ കണ്ഠരർ മഹേഷ് മോഹനരും താന്ത്രിക പാരമ്പര്യം തുടർന്നു വരുന്നുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതല ഓരോ വർഷവും ഇവർക്കിടയിൽ മാറി മാറിയാണ് നിർവഹിക്കുന്നത്. കണ്ഠരർ മോഹനരും മുമ്പ് വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. മുമ്പ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരർ മോഹനരെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത തന്ത്രി ഹണി ട്രാപ്പ് കേസ് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. 2006 ജൂലൈ 23 ഈ സംഭവം. തന്റെ പുതിയ ഫ്ളാറ്റിലേക്ക് വീട്ടുജോലിക്കാരെ അന്വേഷിച്ചാണ് തന്ത്രി കണ്ഠരർ മോഹനര് ശോഭാ ജോണിന്റെ വനിതാ ഗുണ്ടയുടെ ഫ്ളാറ്റിലേക്ക് എത്തിയത്. ശാന്ത എന്ന സ്ത്രീ ഏർപ്പാടാക്കിയ ജോലിക്കാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്ത്രി വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭയും സംഘവും മാരകായുധങ്ങളുമായി അവിടെ കാത്തിരുന്നു. മുൻപ് 3 തവണ തന്ത്രി ശോഭയുടെ ഫ്ളാറ്റിൽ എത്തിയിരുന്നു.
മോഹനര് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശോഭ ജോൺ ബിച്ചു റഹ്മാൻ എന്ന ഗുണ്ടയും കൂട്ടാളികളുമായി ചേർന്ന് പദ്ധതിയിട്ട പ്രകാരം പണവും സ്വർണവും തട്ടിയെടുക്കുകയായിരുന്നു. മോഹനര് ഫ്ളാറ്റിൽ എത്തിയപ്പോൾ കത്തിയും കളിത്തോക്കും മറ്റും കാണിച്ച് ഭീഷണിപ്പെടുത്തി ശരീരത്തിൽ അണിഞ്ഞിരുന്ന 27.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും 20,000 രൂപയും കവർന്നെടുത്തു. തുടർന്ന് ശാന്തിയെയും മോഹനരെയും ബലം പ്രയോഗിച്ച് നഗ്നരാക്കി വിവിധ പോസുകളിലുള്ള ഫോട്ടോ എടുത്തു. ഫോട്ടോ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായാണ് കേസ്. 2012 ഓഗസ്റ്റിൽ ശോഭ ജോൺ അടക്കം മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. തന്ത്രിയെ കുടിക്കുന്നതിന്റെ ബുദ്ധികേന്ദ്രം ശോഭ ജോണും ബിച്ചു റഹ്മാനുമാണെന്ന് കോടതി കണ്ടെത്തി. തന്ത്രി ഇവരുടെ ഫ്ളാറ്റിലെത്തിയത് അനാശാസ്യത്തിനല്ലെന്ന് വിലയിരുത്തിയ കോടതി മറിച്ചു തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കി. കോടതി വിധി അനുകൂലമായെങ്കിലും ഈ കേസ് തന്ത്രി കണ്ഠരർ മോഹനർക്ക് ഉണ്ടാക്കിവെച്ച ചീത്തപ്പേര് ചില്ലറയല്ല. ഇതിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തെ തന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും സന്നിധാനത്ത് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തിരുന്നു. തന്ത്രി കണ്ഠരർ മോഹനരുടെ താന്ത്രിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നത്. ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ നടത്തിയ വിസ്താരത്തിൽ തന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട പ്രാഥമിക അറിവ് പോലും മോഹനർക്കില്ലെന്ന് വ്യക്തമാക്കി. ദേവസ്വം ബോർഡിന്റെ പൂജാരിമാരെ തെരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ബോർഡിലെ പ്രധാന അംഗമായിരുന്നിട്ടും തനിക്ക് സംസ്കൃതം അറിയില്ലെന്ന് മോഹനർ കമ്മീഷന് മുന്നിൽ സമ്മതിക്കുകയായിരുന്നു. സംസ്കൃതം അറിയാതെ എങ്ങനെ മാർക്കിടുമെന്ന ചോദ്യത്തിന് അവർ ചെയ്യുന്ന പൂജകൾക്ക് മാർക്കിടുക മാത്രമാണ് തന്റെ ജോലിയെന്നായിരുന്നു വിചിത്രമായ മറുപടി. വേദങ്ങളോ വേദമന്ത്രങ്ങളോ പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഉത്തരം. ഭാഗ്യസൂക്തം പോലും അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഗണപതി ഹോമം നടത്തുക എന്ന കമ്മീഷന്റെ ചോദ്യത്തിനു മുന്നിൽ മോഹനർ നിശബ്ദനായിരുന്നു. ഏവർക്കും അറിയാവുന്ന പ്രാഥമിക കാര്യമായ ഗണപതി ഭഗവാന്റെ നാൾ ഏതാണെന്ന ചോദ്യത്തിന് പോലും അറിയില്ല എന്ന ഉത്തരമാണ് ശബരിമല തന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. തന്ത്രങ്ങളും മന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന് താൻ ഒരു പാരമ്പര്യ താന്ത്രിക കുടുംബത്തിലെ അംഗമാണെന്ന മറുപടിയാണ് ഇദ്ദേഹം ആവർത്തിച്ചത്. ഇതിൽ പ്രകോപിതനായ ജസ്റ്റിസ് പരിപൂർണൻ അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മകന് കാണണമെന്നില്ല എന്ന് മോഹനരെ ഓർമ്മിപ്പിച്ചു. മറ്റേതോ മന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് താൻ ശബരിമലയിൽ പൂജകൾ നടത്തുന്നതെന്ന മോഹനരുടെ വാദത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ച കമ്മീഷൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിസ്താരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിനു പുറമെ കണ്ഠരർ മോഹനർ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളിലും കുടുങ്ങി. 2019 ഏപ്രിലിൽ പരാതിയുമായി രംഗത്തെത്തിയത് മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മ ദേവകി അന്തർജനമായിരുന്നു. പണം തട്ടിയെടുത്തു എന്നതിലുപരി കുടുംബ മര്യാദകൾ പോലും ലംഘിച്ച മകനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആ വയോധിക. പ്രായമായ തന്നെ മകനും ഭാര്യയും ചേർന്ന് വഞ്ചിച്ചുവെന്നാണ് ഇവരുടെ ഹർജിയിൽ ആരോപിച്ചത്. ബാങ്ക് ഇടപാടുകൾക്കായി മകനെ ചുമതലപ്പെടുത്തിയ അവസരം ദുരുപയോഗം ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് 41 ലക്ഷം രൂപ മോഹനർ തട്ടിയെടുത്തു. അമ്മയുടെ പേരുള്ള ഇന്നോവ കാർ ഇവരുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് വിറ്റു. ഏറ്റവും വേദനാജനകമായ ആരോപണം സ്വന്തം പിതാവായ കണ്ഠരർ മഹേശ്വരരുടെ ശവസംസ്കാര ചടങ്ങുകൾ ദേവകി അന്തർജനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നടത്താൻ മോഹനരും ഭാര്യയും അനുവദിച്ചില്ല എന്നതാണ്. തന്ത്രിസ്ഥാനം തിരിച്ചുകിട്ടാൻ മോഹനർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്തതായി മുൻ ദേവസ്വം പ്രസിഡന്റ് CK ഗുപ്തൻ ആരോപിച്ചിരുന്നു. കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടപ്പോൾ ദേവസ്വം അംഗങ്ങളെ പണം നൽകി സ്വാധീനിക്കാൻ മോഹനരും കുടുംബവും ശ്രമിച്ചുവെന്നാണ് ആരോപണം. 12 വർഷത്തെ വിലക്കിന് ശേഷം 2018 അഷ്ടമംഗല ദേവപ്രസാദത്തിന്റെ മറവിൽ മോഹനർ തന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ രാഹുൽ ഈശ്വരനെ തള്ളിപ്പറഞ്ഞതും ആചാര സംരക്ഷണത്തിനായി വാദിച്ചും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു. അടുത്തിടെ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. ശബരിമല തന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവകാശമില്ല എന്നായിരുന്നു താഴമൺ മഠം അവകാശപ്പെട്ടിരുന്നത്. ശബരിമലയിലെ താന്ത്രിക അവകാശം കുടുംബപരമായി കിട്ടിയതാണെന്നും ദേവസ്വം ബോർഡ് നിയമിച്ചതല്ലെന്നുമാണ് താഴമൺ മഠത്തിന്റെ നിലപാട്. തന്ത്രിയുടെ പ്രതിഫലം ശമ്പളമല്ലെന്നും ദക്ഷിണയാണെന്നും ശബരിമല യുവതി പ്രവേശന വിവാദ സമയത്ത് താഴമൺ കുടുംബം പറഞ്ഞിരുന്നു. യുവതി പ്രവേശത്തെ തുടർന്ന് ശബരിമല നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തതിന് തന്ത്രി കണ്ഠരർ രാജീവരെ നീക്കാൻ അധികാരമുണ്ടെന്ന് സർക്കാർ നിലപാടെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ശബരിമലയിലെ താന്ത്രിക അവകാശം തങ്ങളുടെ പാരമ്പര്യമായി ലഭിച്ചതാണെന്ന് താഴ്മൺ കുടുംബം പരസ്യ വിശദീകരണമായി രംഗത്തെത്തിയത്. ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്ത്രിമാരിൽ നിക്ഷിപ്തമാണ്. അവകാശത്തെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അവകാശമില്ല. ആചാരാനുഷ്ഠാനങ്ങളിലെ അന്തിമ തീരുമാനവും നടപ്പാക്കാനുള്ള അധികാരവും ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രകാരവും കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും തന്ത്രിയിൽ നിക്ഷിപ്തമാണെന്നും ഇവർ അവകാശപ്പെട്ടു. ശബരിമലയിൽ താഴ്മൺ കുടുംബത്തിനുള്ള താന്ത്രിക അവകാശം ക്രിസ്തുവർഷത്തിന് 100 വർഷം മുൻപ് കുടുംബപരമായി ലഭിച്ചതാണ്. അതിനാൽ ശബരിമല തന്ത്രിയുടേത് ദേവസ്വം ബോർഡ് നിയമനമല്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ക്ഷേത്രത്തിലെ തന്ത്രക്രിയകൾക്ക് ലഭിക്കുന്നത് പ്രതിഫലമല്ലെന്നും തന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്നത് ദക്ഷിണയാണെന്നും തന്ത്രി കുടുംബം വിശദീകരിക്കുന്നു. തന്ത്രി ദേവസ്വം ബോർഡ് ജീവനക്കാരനാണെന്ന സർക്കാർ നിലപാടിനെ ഇവർ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്.